ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അഗെയിൻ നമ്മുടെ കിച്ചൺ സീരീസിന്റെ പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഹിന്റ് ഞാൻ തന്നിരുന്നു അല്ലേ, എന്താണ് ടോപ്പിക് എന്നുള്ളത്. സോ ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു ചെറിയൊരു പിക്ചർ ഒന്ന് കണ്ടിട്ട് വരൂ. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അടിപൊളി കിച്ചൺ അല്ലേ? എനിക്ക് എൻ്റെ ഒരു ഡ്രീം കിച്ചണാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാവോ, ഇങ്ങനത്തെ ഒരു കിച്ചണിൽ വർക്ക് ചെയ്ത ഒരാളെ എനിക്കറിയാം. ഓൾമോസ്റ്റ് സിമിലർ കിച്ചണിൽ പുള്ളിക്കാരിക്ക് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ആയിരുന്നു. നടുവേദന, തോള് വേദന, കാലാണെങ്കിൽ എപ്പോഴും മുട്ട് ഭയങ്കര കഴപ്പായിരുന്നു. ബിക്കോസ് എസ്തറ്റിക്കലി ബ്യൂട്ടിഫുൾ കിച്ചൺ ആണെങ്കിലും ഫങ്ഷണലി നല്ല പ്ലാനിങ് ഇല്ലാത്ത ഒരു കിച്ചൺ ആയിരുന്നു കേട്ടോ. പ്രാക്ടിക്കലി നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെപ്പാടെ തളർന്ന് ക്ഷീണിച്ച് നമ്മളെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അത് ആണായാലും പെണ്ണായാലും നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി വേണം നമ്മൾ കുക്ക് ചെയ്യാൻ അല്ലേ. ഞാൻ വിചാരിക്കുന്നത് കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിന്റെ ഒരു സോളാണ്, അതായത് അതിന്റെ മെയിൻ ഒരു സംഭവമാണ് കിച്ചൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അവിടെ നമ്മൾ ആരാണോ കുക്ക് ചെയ്യുന്നത്, ആരാണോ അവിടെ പെരുമാറുന്നത്, അവരെപ്പോഴും ഹാപ്പി ആയിട്ടും ആ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യം. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കും അതിനെക്കുറിച്ച് തന്നെയാണ്. ചൂസിങ് ലുക്സ് ഓവർ ഫങ്ഷൻ എന്നാണ് ഇന്നത്തെ ടോപ്പിക്. അതായത് നമ്മൾ ലുക്സിന് പ്രിഫറൻസ് ഒരുപാട് കൊടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിടും അല്ലേ. അത് കിച്ചണിന് മാത്രമല്ല കേട്ടോ, വീട് കെട്ടുന്ന സമയത്തും നമ്മൾ പലവരും അതേ തന്നെ ചെയ്യുന്നത്. ഈവൻ ഫോർ ദാറ്റ് മാറ്റർ, നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ, നമ്മളൊരു ഉടുപ്പ് മേടിക്കുമ്പോൾ പോലും ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ അത് കഴിയുമ്പം ആ ഉടുപ്പിടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത്ര കംഫർട്ടബിൾ ആകത്തില്ല. അത് കാരണം നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം ഞാനും എൻ്റെ വീട് പണിത സമയത്ത് ഞാൻ കുറേ ശ്രദ്ധിച്ചാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അത് റീസെന്റ് പാസ്റ്റിൽ ഒരു 2022 ഞാൻ റെനോവേറ്റ് ചെയ്തായിരുന്നു എൻ്റെ ബാംഗ്ലൂരിലെ വീട്ടിലെ കിച്ചണിനെ. ആ ടൈമിൽ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് കുറേ പ്രാക്ടിക്കലായിട്ടാണ് ചെയ്തത്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്സ്, മനുഷ്യരല്ലേ, അവിടെ ഇവിടെ എന്തെങ്കിലും ഒന്ന് മിസ് ഔട്ട് ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബേസിക്കലി എനിക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ട് എനിക്കത് ഭയങ്കര ഫങ്ഷണൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കിച്ചണാണ്. ഈ സീരീസിൽ നമ്മൾ എന്താ പറഞ്ഞത്, ലുക്സ് ഓവർ ഫങ്ഷൻ എന്നുള്ള അതിന്റെ നമ്പർ 1 മിസ്റ്റേക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് അറിയണ്ടേ. നമ്മൾ ലുക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ഹൈ ഗ്ലോസ് ആയിട്ടുള്ള ഫിനിഷ്, അതൊരു മേജർ മേജർ ഫ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പലരും ചോദിക്കും, അപ്പൊ ഹൈ ഗ്ലോസ് കിച്ചൺ അപ്പം പാടില്ലേ? അപ്പം ഹൈ ഗ്ലോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന്. പക്ഷേ എക്സ്ട്രീംലി എക്സ്ട്രീംലി അൾട്രാ ഹൈ ഗ്ലോസ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഭയങ്കര തിൻ മെറ്റീരിയൽ ഒക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് ചിലതൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കാം, ചിലതെല്ലാം വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കാം, കാണാൻ ഭയങ്കര ലുക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഹൈ ഗ്ലോസ് ആയിട്ടുള്ള പല ഷട്ടേഴ്സിനും കിച്ചണിൽ ഡെഫിനറ്റ്ലി അതിൽ സ്ക്രാച്ച് വരും. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിൽ കാണേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഹൈ ഗ്ലോസ് കിച്ചൺ ഇസ് ഈക്വൽ ടു ഹൈ മെയിൻ്റനൻസ് ആണ്. എപ്പോഴൊക്കെ നമ്മൾ ഹൈ ഗ്ലോസ് ഫിനിഷസ്, അത് തറയിൽ ഫ്ലോറിംഗ് ആകട്ടെ അല്ലെങ്കിൽ ഒരു ഹൈ ഗ്ലോസ് ഫിനിഷിൽ നമ്മളൊരു കിച്ചൺ ഷട്ടേഴ്സ്, വാർഡ്രോബ് ഷട്ടേഴ്സ് എന്ത് ചെയ്താലും എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അത് ലാമിനേറ്റിലാകട്ടെ, ലാക്കർ ഫിനിഷിലാകട്ടെ, അക്രലിക്കിലാകട്ടെ, നമുക്ക് എപ്പോഴും അതിന് സ്ക്രാച്ചസ് വന്നേ വരും എന്നുള്ളതാണ്. നിങ്ങളുടെ കാർ ഒരു ഹൈ ഗ്ലോസ് ഫിനിഷ് അല്ലേ, എന്നാൽ അതിൽ നിങ്ങൾ കുറച്ച് കാലം നിങ്ങൾ തുടച്ച് മിനുക്കി എല്ലാം വെച്ചാലും കുറച്ച് കാലത്തിൽ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഫൈൻ സ്ക്രാച്ചസ് കാണും. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ആദ്യം കാർ ഷോറൂമിൽ പോകുമ്പം ഈ അവരുടെ ഷോറൂമിന്റെ ലൈറ്റ് റിഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് വീഴുമ്പോഴത്തേക്ക് ആ ലൈറ്റ് ഉണ്ടല്ലോ അതിനെ എക്സാക്ട്ലി നിങ്ങൾക്ക് മിറർ പോലെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങളെ വീട്ടിൽ അത് കൊണ്ടുവന്ന് പിന്നെ നിങ്ങൾ അത് തുടച്ച് മിനുക്കി ഒക്കെ വെക്കുന്ന സമയമാണെങ്കിലും പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് ഗ്ലോസി ആയിട്ട് തന്നെ ഇരുന്നാലും അതിന് ഫൈൻ ചെറിയ ചെറിയ ലൈൻസ്, അതായത് പെയിന്റ് പോയിട്ടുണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ലൈൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു ലൈറ്റ്, ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കുവാണെങ്കിൽ അതിൽ ഫൈൻ ആയിട്ടുള്ള ചെറിയ ലൈൻസ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവും. അത് അൺഅവോയ്ഡബിൾ ആണ് എനി ഹൈ ഗ്ലോസ് ഫിനിഷ്, എക്സെപ്റ്റ് ഗ്ലാസ് ആണെങ്കിൽ. ഗ്ലാസ്സിൽ നമ്മൾ ഒരു പരിധി വരെ നമ്മളിപ്പം ഒരു സോപ്പൊക്കെ ഇട്ട് ഭയങ്കര കെയർഫുൾ ആയിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ഹൈ ഗ്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അഗെയിൻ ദറ്റ് ഈസ് വെരി ഹൈ മെയിൻ്റനൻസ് അല്ലേ. നമ്മുടെ കൈയിൻ്റെ പാടുകൾ, ഓയിൽ മാർക്സ് എല്ലാം പെട്ടെന്ന് തന്നെ അതിൽ വരും. അപ്പോൾ ഹൈ മെയിൻ്റനൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഹൈ ഗ്ലാസ് ഫിനിഷിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജും കൂടിയുണ്ട്. എന്താണെന്നറിയണ്ടേ, പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഔട്ട്ഡേറ്റഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈ ഗ്ലാസ് ഫിനിഷിന്റെ അതിൽ തന്നെ ഡിഫറെന്റ് വേരിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് ദോസ് ആർ ഓൾ ഒത്തിരി കണ്ടംപററി ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തന്നെ വേറെ മോഡൽസ് വരും. സോ ഒബ്വിയസ്ലി ഔട്ട്ഡേറ്റഡ് ആകാനുള്ള ചാൻസും കൂടി ഉണ്ടെന്നാണ്. ഒരു 10 years ഡൗൺ ദ ലൈൻ അത് ഔട്ട്ഡേറ്റഡ് ആയി പോകാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, എത്ര തന്നെ നിങ്ങൾ കെയർ എടുത്ത് അതൊക്കെ ചെയ്ത് ഓക്കെ ഞാൻ കണ്ടമാനം നല്ല പ്രോഡക്റ്റ് ഇടാം എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, ദ പ്രൈസ് ഷൂട്ട്സ് അപ്പ് ലൈക്ക് എനിത്തിങ്.
സോ നിങ്ങളുടെ കിച്ചന്റെ ബഡ്ജറ്റ് ഒബ്വിയസ്ലി മേൽ കയറാനുള്ള ചാൻസും ഉണ്ട്. സോ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഹൈ ഗ്ലാസ് ഫിനിഷ് പറഞ്ഞു. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള എനിക്ക് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയണ്ടേ, ഡ്രോവേഴ്സ് കൊടുക്കാതിരിക്കുക. നമ്മൾ അടിപൊളി കിച്ചൺ ഉണ്ടാക്കി ഭയങ്കര സംഭവമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല ഹെവി ഗേജിന്റെ പുൾ ഔട്ട് യൂണിറ്റ്സ്, അതായത് ഡ്രോവേഴ്സ് ആയിട്ട് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷട്ടേഴ്സ് ആണെങ്കിലും നമുക്ക് പ്രായമാവുന്നവർക്കും പ്രായമാകാത്തവർക്കും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ കുനിഞ്ഞു നോർന്ന് ഓരോ കാര്യങ്ങൾ, നമ്മൾ പാത്രം ഒരു കടായി എടുക്കണം, ഒരു കുക്കർ എടുക്കണം, എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ നമ്മൾ കുനിഞ്ഞ് അതിൻ്റെ അടിയിൽ വരെ ആക്സസ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർക്ക് പറയാം കുഞ്ഞു നൂറിനൊക്കെ ഇരിക്കുന്നത് നല്ലതല്ലേ എന്ന്. ഡെഫിനറ്റ്ലി നോ, ബിക്കോസ് നമ്മൾ അനാവശ്യമായിട്ട് എന്തിനാണ് അങ്ങനെ സ്ട്രെയിൻ എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ എന്തിനാണ് കാർ ബസ്സിൽ തൂങ്ങി വലിഞ്ഞു പോയാൽ പോരെയെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ അല്ലേ? സോ എനിക്ക് തോന്നുന്നത് മാക്സിമം പറ്റുന്നിടത്തോളം നമ്മൾ ഡ്രോവേഴ്സ് കൊടുക്കുക. അപ്പം നിങ്ങൾ ഭംഗിയാക്കുക മാത്രമല്ല വേണ്ടത്, ഫങ്ഷനാലിറ്റിയും കൂടി ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഡെഫിനറ്റ്ലി ഡ്രോവേഴ്സ് കൊടുക്കും. അതിലും നല്ല ഡ്രോവേഴ്സ് നല്ല ഹാർഡ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഹാഫ്ലേ ആകട്ടെ, ബ്ലൂം ആകട്ടെ, ഹെറ്റിജ് ആകട്ടെ, അങ്ങനത്തെ ടാൻഡം ബോക്സ് തന്നെ യൂസ് ചെയ്യുക. സോ ദാറ്റ് അതിന് അറ്റ്ലീസ്റ്റ് ഒരു 30 kgs എങ്കിലും ഒരു ഡ്രോയറിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രോവേഴ്സ് കൊടുക്കാതെ ഇരിക്കുമ്പോൾ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. ദ മോർ ഓർഗനൈസ് ചെയ്യാൻ നമ്മുടെ പണി നല്ല പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തു വരാം, ബാക്കി കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുക. വേറൊരു മേജർ മിസ്റ്റേക്ക് എന്താണെന്നറിയോ, എസ്തെറ്റിക്സിന് മാത്രം പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് നല്ല അടിപൊളി ഷട്ടേഴ്സ്, അടിപൊളി സംഭവങ്ങൾ, അത് കിച്ചണിന് മാത്രമല്ല കേട്ടോ, പല സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വീട്ടിലെ നമ്മൾ പുറമേ കാണാനായിട്ട് അടിപൊളിയാക്കിയിട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഉണ്ടല്ലോ, അതിൽ കണ്ടമാനം കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു ബിഗ് നോ ആണ്. ബിക്കോസ് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷട്ടേഴ്സും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രോവേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് നല്ല ഹെവി ഗേജ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് ഉള്ള ഹിഞ്ചസ് തന്നെ യൂസ് ചെയ്യണം. ഹാൻഡിൽസ് എപ്പോഴും നമുക്ക് നല്ല വാറണ്ടി ഉള്ള ഹാൻഡിൽസ് യൂസ് ചെയ്യണം, തുരുമ്പിക്കാതിരിക്കാനായിട്ട്. സോ ഇതൊക്കെ നമുക്ക് അപ്പം തോന്നും കുഴപ്പമില്ലാന്ന്, പക്ഷെ പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പം നമ്മളൊരു വലിയൊരു ഡോറുണ്ട്, അപ്പോൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അടിപൊളിയാണ് ഡോർ, പക്ഷെ കുറച്ച് ദിവസത്തിൽ ആ ഹിഞ്ച് അങ്ങ് തൂങ്ങി പോവുകയാണെങ്കിൽ, ആ ഡോർ അങ്ങ് തൂങ്ങിപ്പോയാൽ ഹിഞ്ചസ് നല്ലതല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കാർപ്പൻറ്ററിനെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കോംപ്രമൈസേ ചെയ്യാൻ പാടില്ല. അപ്പൊ ലുക്സിന് അഗൈൻ പ്രാധാന്യം കൊടുത്തിട്ട് വേറൊരു മേജർ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്നറിയോ, നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് ചില വീടുകളിൽ ഉണ്ടാവാറില്ല. സോ നിങ്ങൾ കെട്ടുന്ന വീടാണെങ്കിൽ, ഈവൻ മേടിക്കുന്ന വീട്ടിലാണെങ്കിലും കിച്ചണിൽ നല്ല വെന്റിലേഷൻ ഉണ്ടോ, നല്ല ജനലുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്നുള്ള വെളിച്ചം നന്നായിട്ട് വരുന്നുണ്ടോ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ, അതൊക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ, നാച്ചുറൽ ആയിട്ട് ഉള്ള ലൈറ്റ് ഡേ ടൈമിൽ വരുവാണെങ്കിൽ അതല്ലേ നല്ലത് അല്ലേ? പിന്നെ ഞാൻ വേറൊരു വലിയ നോ എന്തിനു പറയുന്നറിയോ, ലുക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ മാർബിൾ ഫിനിഷിലോ അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൗണ്ടർ ടോപ്സ് യൂസ് ചെയ്യും. പക്ഷേ ഈ കൊറിയൻ ടോപ്പ് എന്നൊക്കെ പറയുന്ന ആക്രിലിക് മെറ്റീരിയൽ, പക്ഷെ അതിൽ ഒരുപാട് ഹെവി മെയിൻ്റനൻസ് ഉള്ള സംഭവങ്ങളാണ്. എസ്പെഷ്യലി മാർബിളിലൊക്കെ നോക്കുവാണെങ്കിൽ, മാർബിൾ ഒരുപാട് സ്റ്റെയിൻസ് വലിക്കുന്ന ഒരു സാധനമാണ്. ഹൈലി പോറസ് ആണ്, ഒത്തിരി പൊറോസിറ്റി ഹൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മാർബിൾ. പിന്നെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്, അതായത് ഈസിലി ഭയങ്കര ബ്രിട്ടിലാണ് ആ ഒരു സ്റ്റോണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കിച്ചൺ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല കൊറിയൻ ടോപ്പൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള പാത്രങ്ങൾ, ചൂടായിട്ടുള്ള കുക്കർ അല്ലെങ്കിൽ ബിരിയാണി പാത്രമൊക്കെ എടുത്ത് നിങ്ങൾ നേരെ അതിലോട്ട് വെക്കുകയാണെങ്കിൽ അതിൽ അതേപോലെ കൊഴിഞ്ഞു പോകും. ഫുള്ളല്ല, എന്നാലും ഒരു വലിയ ഡെൻറ്റ് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ പിന്നെ അത് നമുക്ക് റിപ്പയർ ചെയ്യാനേ പറ്റാതായി പോകും. വേറൊരു മേജർ റെഡ് ഫ്ലാഗ് ഞാൻ കാണുന്നത്, ഒരുപാട് പേരുടെ വീട്ടിൽ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളി കാർപ്പൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ നല്ല നീറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കിച്ചൺസ് ഉണ്ടാക്കും. പക്ഷേ ഹൈറ്റിന്റെ കാര്യത്തിൽ, പല മെഷർമെന്റ്സിന്റെ കാര്യത്തിലും വളരെ വളരെ അശ്രദ്ധയോടുകൂടി, ഇപ്പം മൈക്രോവേവ് ആണെങ്കിൽ നമുക്ക് എത്താൻ പറ്റാത്ത ദൂരത്തിൽ വെക്കുക, അല്ലെങ്കിൽ വളരെ താഴെ വെക്കുക, പിന്നെ കൗണ്ടർ ടോപ്പിന്റെ ഹൈറ്റ് ഒട്ടും ശ്രദ്ധിക്കാതെ വെക്കുക. സോ ഇങ്ങനെ ഇപ്പം കൗണ്ടർ ടോപ്പിന്റെ മേളിലുള്ള ഓവർഹെഡ് ക്യാബിനറ്റ്സ് ഉണ്ടല്ലോ, അതും കൗണ്ടർ ടോപ്പും തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ്. ആദ്യത്തെ ഷെൽഫ് മാത്രം എത്തും, ബാക്കിയുള്ളതൊന്നും എത്തില്ല, പിന്നെ എന്താ പ്രയോജനം അല്ലേ? സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഫങ്ഷണൽ ആയിട്ടും ഇരിക്കും, എസ്തെറ്റിക് ആയിട്ടും ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില കിച്ചൺസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ പാത്രങ്ങൾക്കൊന്നും വെക്കാൻ സ്ഥലമില്ല, അവർ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും സ്റ്റോർ റൂമിലും അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഓരോ പ്രാവശ്യം അത് എടുത്തുകൊണ്ട് വരേണ്ടി വരും. എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ടില്ല ശരിക്കും. സോ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ചില വലിയ പാത്രങ്ങൾ, ചില ചെറിയ പാത്രങ്ങൾ, പിന്നെ കുറച്ച് അരിയെല്ലാം കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കണം അല്ലേ?
സോ ഹ്യൂജ് യൂട്ടൻസിൽസും ഹ്യൂജ് സ്റ്റോറേജിനുള്ള കുറച്ചെങ്കിലും സ്ഥലം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഗസ്റ്റിന് വേണ്ടിയാണ് നമ്മുടെ വീട് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ? സോ ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ഗസ്റ്റിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു വീട് നമ്മൾ എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത്? അവർ വന്ന് സന്തോഷിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ സന്തോഷമായിട്ട് അത് നമ്മൾ എൻജോയ് ചെയ്യണം. അവിടെ ജീവിക്കുമ്പം, അവിടെ വർക്ക് ചെയ്യുമ്പോൾ, കിച്ചണിൽ അല്ല ഏത് സ്പേസിലാകട്ടെ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അതിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് എയിം. പിന്നെ എസ്തെറ്റിക്കലി അത് നമുക്കും കാണാനായിട്ട് ആസ്വദിക്കുക, ഭംഗിയായിട്ടിരിക്കുകയും വേണം. ആൻഡ് മറ്റൊരാൾ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പം അവരെ അപ്രീഷിയേറ്റ് ചെയ്യും വേണം. അത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ലൈഫ് ഈസിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എപ്പോഴും പറയും, ഫങ്ഷൻ, സ്ട്രക്ചർ, ദെൻ എസ്തെറ്റിക്സ്. അതായത് ആദ്യം പ്രാക്ടിക്കലായിട്ടിരിക്കുക, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, അത് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുക, കീപ്പിംഗ് ദ ഫങ്ഷൻ ഇൻ മൈൻഡ്, പ്ലസ് എസ്തെറ്റിക്സ്, അതായത് ലാസ്റ്റ് അതിനെ എങ്ങനെയൊക്കെ ലുക്സ് റെഡിയാക്കി എടുക്കാം എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഓൾ ദീസ് 3 തിങ്സ് പുട്ട് ടുഗെദർ വിൽ ഗിവ് യു എ വണ്ടർഫുൾ കിച്ചൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ് മീ കൺക്ലൂഡ് ദാറ്റ് ബ്യൂട്ടി ഷുഡ് എൻഹാൻസ് ദ ഫങ്ഷൻ, അല്ലേ? അല്ലാതെ അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഒരു സംഭവം നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഫങ്ഷൻ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലും അഗൈൻ കിച്ചൺ സീരീസ് ആണ്. ഈ കിച്ചൺ സീരീസ് ഒരുപാട് നാൾ നീണ്ടു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കിച്ചണിന് വേണ്ടിയിട്ട് തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ളതുണ്ട്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.